ആത്മീയതയുടെ ആഴവും പ്രകൃതിയുടെ പച്ചപ്പും കൈകോർക്കുന്ന ഒരിടം. ഓരോ വൃക്ഷത്തെയും സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ച ജീവനും ജലവും പകർന്നു വളർത്തുന്ന ഒരു മനുഷ്യന്റെ അപൂർവ ജീവിത സാക്ഷ്യം. കോഴിക്കോട് മാവൂരിലെ ഈ ഔഷധക്കാട്ടിലേക്കെത്തുന്ന ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും ഒപ്പം ചേർന്ന് ജീവിക്കുകയാണ് പാലക്കുളമ്പ് കേശവൻ നമ്പൂതിരി. കാഴ്ചകളിലേക്കാണ്. സൂര്യന് താഴെ ഓരോ ചെടിത്തലപ്പിനും അതിൻ്റെതായ ജന്മദൗത്യമുണ്ടെന്ന തിരിച്ചറിവാണ് ഈ നക്ഷത്രവനത്തിലെ പ്രഥമ പാഠം. ഭരണിക്ക് നെല്ലി, പൂരുരുട്ടാതിക്ക് തേന്മാവ്, പുണർതത്തിന് മുള, ചിത്രയ്ക്ക് കൂവളം, ഇവയോരോന്നും ഇവിടെ ജീവന്റെ ഉറവിടങ്ങളാണ്. ഈ വൃക്ഷങ്ങളുണ്ടെങ്കിൽ മാത്രമേ പ്രാണവായു നിലനിൽക്കുള്ളൂ. അപ്പം പ്രാണവായു നിലനിൽക്കാൻ നമ്മൾ വിശ്വാസത്തിൻ്റെ പേരിലായാലും മറ്റുള്ള ആരാധനയുടെ പേരിലായാലും ഓരോരോ വൃക്ഷങ്ങളുണ്ട്. ഇപ്പോൾ അശ്വത്ഥം അരയാൽ വെച്ച് പൂജിക്കുന്നവരുണ്ട്. അങ്ങനെ എന്തിൻ്റെ പേരിലായാലും ഒരു വൃക്ഷം വെച്ച് അതിനെ പരിപോഷിപ്പിക്കുമ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അത് സ്വീകരിച്ച് പ്രാണവായു നമുക്ക് തിരിച്ചു തരും. ആ പ്രാണവായു ഭൂമിയിൽ നിലനിർത്താൻ ഈ വൃക്ഷങ്ങളുടെ വളർച്ച, അത് വെച്ച് പിടിപ്പിക്കുക, അത് പരിപോഷിപ്പിക്കുക, ഇത് മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. പുറത്ത് പൂജയ്ക്ക് പോയാൽ നമ്പൂതിരി തിരിച്ചെത്തിക്കുന്ന ദക്ഷിണ വിത്തുകളും തൈകളുമാണ്. ജമ്മുവിൽ നിന്നും രുദ്രാക്ഷം, ഋഷികേശിൽ നിന്നും ലിച്ചി, അമൃത്സറിൽ നിന്നും കൃഷ്ണാൽ, ഇത്തരത്തിൽ 70-ൽ പരം വൃക്ഷങ്ങളുണ്ടിവിടെ. ചുറ്റരതയും പൂപ്പാതിരിയും പോലെ 40-ലേറെ ഔഷധച്ചെടികൾ, തൊഴുകണ്ണിയും വള്ളിപ്പാലയും ചങ്ങരം പരണ്ടയും തുടങ്ങി 30ഓളം വള്ളിച്ചെടികൾ, ഒപ്പം നക്ഷത്രവനവും. ഇവിടെ കാട് വന്നപ്പോൾ കിണറുകളിൽ വെള്ളം കിനിഞ്ഞു. അതുവരെ ഇല്ലാതിരുന്ന നീരുറവയും ഈ വൃക്ഷങ്ങളുടെ സമ്മാനം. വിശ്വാസത്തോടൊപ്പം പ്രകൃതി സംരക്ഷണവുമാണ് കേശവൻ നമ്പൂതിരിയുടെ ദിനചര്യ. വരും തലമുറയ്ക്ക് ഇതിലും വലുതൊന്നും കാത്തുവയ്ക്കാനില്ലെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വനസമ്പത്ത്. കോഴിക്കോട്ട് നിന്നും ക്യാമറാമാൻ സന്തോഷിനൊപ്പം രമ്യാദാസ്, ജനം. എത്ര നല്ല മനോഹരമായ കാഴ്ചയാണല്ലേ. അതെ, ഓരോ സന്ദേശമാണ് ഇത് നൽകുന്നത് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും. കാരണം ഓരോ പരിസ്ഥിതി ദിനത്തിലും ഇത്തരത്തിൽ നല്ല സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്.